ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പച്ചക്കായും പരിപ്പും ഉപയോഗിച്ചിട്ടാണ് നല്ല തേങ്ങ അരച്ച ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാവശ്യം വേണ്ടത് ഒരു പച്ചക്കായ, പിന്നെ വേണ്ടത് ഒരു തക്കാളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ 1 കപ്പ് പരിപ്പും. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ആദ്യം തന്നെ ഞാൻ ഈ പരിപ്പ് വേവിക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് പരിപ്പ് 1 കപ്പ് പരിപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കഴുകിയിട്ട് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളിനി ഇത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ 1 വിസിലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വേവിക്കുന്നത്. ബാക്കി ഞാൻ പച്ചക്കായ എന്തായാലും കുക്കറിലിടുന്നില്ല, അപ്പോൾ അത് ഞാൻ പിന്നീട് നോർമലായിട്ട് വേവിക്കുകയാണ്. അപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്, തേങ്ങാരപ്പ്. ഓക്കെ, ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ്. അതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ച പച്ചക്കായും പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് കുറച്ച് അല്പം വെള്ളവും ചേർത്തിട്ട് ഇത് വേവിക്കാൻ വെക്കും ഇനി. അപ്പം എല്ലാം നല്ലോണം വെന്ത് വരണം. പച്ചമുളകും തക്കാളിയും പച്ചക്കായും എല്ലാം നല്ലോണം വെന്തിട്ട് ആ സമയത്ത് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് 5 മുതൽ 7 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും. നന്നായിട്ട് പച്ചക്കായ വെന്തതായിട്ട് എനിക്ക് കാണും. ഓക്കെ, ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർക്കണം. നമ്മൾ നല്ല ജീരകം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ച തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് വെള്ളമൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും എല്ലാം ഈ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ഇനി തേങ്ങ നന്നായിട്ട് വേവണം. തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ആകെ ഉള്ള ഒരു പണിയെന്ന് വെച്ചാൽ വറവിടുക. അപ്പോൾ നമ്മൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വറ്റൽമുളകും കടുകും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ കറി നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം. നല്ലൊരു കറിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്ന ഒരു കറിയാണ്. താങ്ക്